ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിനും പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നു, ഓക്കെ, ഒന്നും കാണാതെ പട്ടര് വെള്ളത്തിൽ ചാടത്തില്ല എന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒന്നും കാണാതെ FIS മാർക്കറ്റിനെ ഇത്രയും ഷോർട്ട് ചെയ്യത്തില്ല എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം ഇല്ലെങ്കിൽ ഇത്രയും വലിയ ബൂമുണ്ടാക്കുന്ന GSTയുടെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ വന്നപ്പോൾ എന്തുകൊണ്ട് മാർക്കറ്റ് കയറിയില്ല, അല്ലെ അതിനെ വെല്ലുന്ന എന്തോ ഒന്ന് വരാനിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതിന് ഉള്ള ഒരു മുന്നോടിയാണോ FISൻ്റെ ഈ ഷോർട്ട് എന്ന് നമ്മൾ കുറച്ച് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഡേറ്റകളൊക്കെ തപ്പിപ്പിറക്കി എടുത്തെങ്കിലേ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എങ്കിലും നമ്മളെക്കാൾ കൂടുതൽ ഇൻഫോർമേഷൻസ് അവർക്ക് ധാരാളം കിട്ടും. അപ്പം അത് വെച്ചാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മളൊക്കെ വെറും ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ പാറ്റകളാണ്. എനിവേ, എന്തായാലും വളരെ പ്രതീക്ഷയോടാണ് നെല്ലരി ഇരുന്നത്. 10-250 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തെങ്കിലും 5 കാശിൻ്റെ പ്രയോജനം ഉണ്ടാകാതെ അത് അതുപോലെ തന്നെ നേരെ തിരിച്ച് താഴെ വന്നു. ഇന്നലെ മാർക്കറ്റ് എവിടെയാണോ ക്ലോസ് ചെയ്തത് ഏകദേശം അടുപ്പിച്ച് 250 പോയിൻ്റിനടുത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അവസാനം ക്ലോസ് ചെയ്തത് വെറും 19 പോയിൻറ്റിലാണ്. അതായത് ഒരു ഗ്യാപ്പ് അപ്പ് കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തെങ്കിൽ മാർക്കറ്റ് 25,000 കടന്നെങ്കിൽ മാത്രമേ ഒരു ഷോർട്ട് കവറിങ് റാലിക്കുള്ള സാധ്യത ഉള്ളൂ എന്ന് ഞാൻ എന്തായാലും വിശദമായിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ഇന്നലത്തെ അതേ സിനാരിയോ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം ഇന്നലെ മാർക്കറ്റ് എവിടെയാണോ ക്ലോസ് ചെയ്തത് അവിടെ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, ഇത്രയും മൂവ്മെൻറ്റ് ഉണ്ടായെങ്കിലും മാർക്കറ്റ് നേരെ തിരിച്ച് താഴെ വന്നു. ഇനിയൊരു ഫർദർ മൂവ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് പറയാനുള്ളത്. നമ്മളുടെ ഈ പറയുന്ന ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈനാണ് നമുക്ക് നിർണായകം. നമ്മുടെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ലെവലുകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്ത് നമുക്ക് ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ഞാൻ പറഞ്ഞു, ഇന്നത്തെ സിനാരിയോയിൽ ഞാൻ പറഞ്ഞു മാർക്കറ്റ് താഴോട്ട് വരുന്ന കാര്യം സംശയമാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇത്രയും വലിയൊരു ന്യൂസ് നിൽക്കുന്നു. നമ്മൾ ആ കാര്യം മറന്നു പോകരുത്. പലപ്പോഴും വളരെ അവിചാരിതമായിട്ടെങ്കിലും 250 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് ഉണ്ടായി. അങ്ങനെ കഴിഞ്ഞ ഒരു 4-5 മാസത്തിന് മുന്നേ അങ്ങനെ ഒരു സംഭവിച്ചായിരുന്നു. ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് വന്നതിന് ശേഷം മാർക്കറ്റ് പിന്നെ അവിടെ നിന്ന് മേലോട്ട് പോയി. എന്ന് പറഞ്ഞ പോലെ തന്നെ 250 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് ഈ GSTയുടെ വാർത്ത കൊണ്ടുണ്ടായെങ്കിൽ ഒരു പക്ഷേങ്കിൽ മാർക്കറ്റ് പിന്നെ അവിടെ നിന്ന് മേലോട്ട് പോകാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അങ്ങനെ റെയർലി സംഭവിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു മൂവാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെയാണെന്ന് 20,000 കടന്ന് മാർക്കറ്റ് പോകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നേരെ താഴോട്ട് തന്നെയാണ് വന്നത്. കാരണം 20,000 മുകളിൽ പോയിരുന്നെങ്കിൽ FISന് അവർ ഷോർട്ട് അഴിക്കേണ്ടി വന്നേനെ. പക്ഷേ അത് സംഭവിച്ചില്ല. മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു. ഒറ്റ ക്യാൻഡിൽ തന്നെ 100 പോയിൻറ്റിൽ കൂടുതൽ 100 പോയിൻറ്റിനടുത്ത് മാർക്കറ്റ് നേരെ താഴെ പോയിരുന്നു അല്ലേ. അതിനുശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി. പിന്നെ മാർക്കറ്റ് അരിഞ്ഞ് നേരെ താഴോട്ട് വരികയായിരുന്നു. അപ്പം ഈ ഫസ്റ്റ് ക്യാൻഡിലിന് ശേഷം മാർക്കറ്റ് തിരിച്ച് കയറി. ഇവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഓപ്പർച്യൂണിറ്റി. അല്ലാത്തവർക്ക് ഓപ്പർച്യൂണിറ്റി വളരെ റിസ്കി ട്രേഡായിരുന്നു. പക്ഷേങ്കിൽ അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് താഴോട്ട് ഇറങ്ങിയപ്പം ഒരു പക്ഷേ ഈ റീടെസ്റ്റിൽ പക്ഷേ ഈ റീടെസ്റ്റിൽ എടുത്തപ്പോഴും ഇവിടെ ക്യാൻഡിൽ ഇച്ചിരി വലുതാണ്, വലിയ ക്യാൻഡിലാണ് അല്ലേ. നമുക്കത് പറയാൻ പറ്റത്തില്ല. ഏകദേശം 73, 47, 50, 20, ഏകദേശം 20-22 പോയിൻറ്റിൻ്റെ ഒരു ക്യാൻഡിലാണ്. പക്ഷേ അത് റിസ്കി ട്രേഡാണ്. സ്റ്റോപ്പ് ലോസ് വളരെ കൂടുതലാണ്. എടുത്തവർക്ക് കിട്ടിക്കാണും. പക്ഷേ ഞാനത് ബിഗിനേഴ്സിന് ഒരിക്കലും ഞാനത് സജസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ നിങ്ങൾ റിസ്കി എടുത്തെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിക്കാണും. പക്ഷേ ഞാനൊരിക്കലും അത് സജസ്റ്റ് ചെയ്തില്ല. കാരണം എപ്പോഴും നമുക്കൊരു 20 പോയിൻറ്റിന് താഴെ കിട്ടുന്ന ഒരു ക്യാൻഡിലായിരിക്കും നമുക്കൊരു സേഫ്. കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ നഷ്ടമില്ലാതെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അത് സജസ്റ്റ് ചെയ്യാത്തത്. എടുക്കുന്നവർക്ക് എടുക്കാം, റിസ്ക് എടുക്കുന്നവർക്ക് ക്യാഷ് ഉള്ളവർക്കൊക്കെ എടുക്കാം, കുഴപ്പമില്ല. അവർക്ക് അത് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മാത്രം നമ്മൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം തിരിച്ച് ഇവിടുന്ന് കയറിയപ്പം ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഈ ഓപ്പർച്യൂണിറ്റി വേണം നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. ബിഗിനേഴ്സിനും വേണമെങ്കിൽ നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി അവിടെ ഉപയോഗിക്കാമായിരുന്നു. ഒരു ന്യായമായ പ്രോഫിറ്റ് കിട്ടും. എന്തായാലും ഇന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും നല്ല പ്രോഫിറ്റിലാണ് എല്ലാവരും ഇറങ്ങിയിരിക്കുന്നത്. ധാരാളം സ്ക്രീൻഷോട്ടുകളൊക്കെ വന്നതൊക്കെ സന്തോഷം.
അപ്പം നിങ്ങൾ കൃത്യമായ എൻട്രി പോയിൻറ്റുകൾ കണ്ടെത്തി നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് പലരുടെയും മെസ്സേജുകളിനകത്ത് നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, പലരും രക്ഷപ്പെട്ട് തുടങ്ങി, പലരും ലോസ് റിക്കവർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ധാരാളം മെസ്സേജുകൾ വരാറുണ്ട്. ഓക്കെ, എല്ലാത്തിനും സന്തോഷം. എല്ലാത്തിനും നമ്മൾ എല്ലാ കാര്യം ചിന്തിക്കുമ്പോഴും നമ്മളൊരു കാര്യം ആലോചിച്ചോണം, ഇതിനൊരു മറുവശം ഉണ്ടോ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓക്കെ, ഇങ്ങനെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ തന്നെ ഇതിനൊരു മറുവശമുണ്ട്. ആ മറുവശത്തെയാണ് നമ്മൾ നേരിടേണ്ടത്. എങ്ങനെ നേരിടും? നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊണ്ട് നമുക്ക് നേരിടണം. ഓക്കെ, അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനം. അപ്പോൾ ഇന്നൊരാൾ സാറേ ഡേ ക്യാൻഡലിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് താഴെ കമൻറ്റ് എഴുതിയിട്ടുണ്ട്. ഡേ ക്യാൻഡലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, വീഡിയോ മുഴുവൻ കാണാത്തതുകൊണ്ടാണ് പറ്റാഞ്ഞത്. അപ്പോൾ നമുക്ക് ഡേ ക്യാൻഡിൽ നോക്കിയേക്കാം എന്താ സംഭവിച്ചത്. ഡേ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നല്ല ഹ്യൂജ് ഒരു നെഗറ്റീവ് ക്യാൻഡിലാണ് ഉണ്ടായിരിക്കുന്നത്. കണ്ടോ, ഹ്യൂജ് ഒരു നെഗറ്റീവ് ക്യാൻഡിൽ. ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഒരു ബെയറിഷ്നെസ് ഉണ്ട് എന്നുള്ളതാണ് മാർക്കറ്റിൽ. കേട്ടോ, നിങ്ങൾ ഈ ക്യാൻഡിലിനകത്തിലോട്ട് നോക്കി ഇങ്ങനെ വലിയ ബെയറിഷ് ക്യാൻഡിൽ വന്ന സിനാരിയോയിലൊക്കെ അടുത്ത ക്യാൻഡിൽ നേരെ താഴോട്ടാണ്. കണ്ടോ, ഇവിടെ നോക്കിക്കേ, കണ്ടോ, താഴോട്ടാണ് വന്നേക്കുന്നത്. ഇതിവിടെ നോക്കിക്കേ, വലിയ ബെയറിഷ് ക്യാൻഡിൽ എന്ന് കഴിഞ്ഞാൽ താഴോട്ടാണ്. അപ്പോൾ ഈ ഒരു താഴോട്ടുള്ളൊരു ഇവിടെ നോക്കിക്കേ ഉണ്ട്, ഇവിടെ നോക്കിക്കേ ഉണ്ട്, ഇവിടെ നോക്കിക്കേ ഉണ്ട്. അപ്പം ഇവിടെ നോക്കിക്കേ, ഇത് ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. അപ്പം ഇങ്ങനൊരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളും മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതയാണ് ചാർട്ട് പ്രകാരം കാണുന്നത്. നമ്മൾ കുരങ്ങനെ ഇവിടെ വെച്ചായിരുന്നു, നമ്മൾ ശങ്കരനൊക്കെ കോക്കനട്ട് ട്രീന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഞാൻ ഇട്ടത്. അത് സംഭവിച്ചല്ലോ, ഇന്നലെ എവിടെയാണ് ഓപ്പൺ ചെയ്ത് അവിടെ തന്നെ മാർക്കറ്റ് വന്നു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിലിനെ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ നാളെ ഇതിന് താഴെ ഒരു നെഗറ്റീവ് ക്യാൻഡിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇന്ന് രാത്രിയിൽ ട്രംപിൻ്റെ വായിലിരിക്കുന്ന ഡയലോഗ് പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ GSTയുടെ ഇമ്പാക്റ്റ് കഴിഞ്ഞു. ഇനി ഐറ്റം വൈസ്ഡ് കൂടുതൽ ഡേറ്റകളൊക്കെ വരുമ്പോൾ ഓൾറെഡി എല്ലാം വന്നു കഴിഞ്ഞു. അപ്പോൾ അത് ഓൾറെഡി മാർക്കറ്റിൽ എഫക്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി ഇതിനകത്ത് എന്താ സംഭവിക്കുന്നുള്ളത് നമുക്ക് അതിൻ്റെ കോൾ കഴിഞ്ഞു, അതിൻ്റെ കത്തിക്കലെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത കത്തിക്കലിന് എന്താണെന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയേണ്ടത്. അതിനിയും ട്രംപിൻ്റെ വായി എന്തെങ്കിലും വരും. കാരണം ഈ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ നമ്മളെ ഇന്ത്യൻ മാർക്കറ്റ് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നു എന്ന് ട്രംപ് കാണുമ്പോൾ ട്രംപിന് പിന്നെയും കലിപ്പ് കൂടും, മനസ്സിലായി. അപ്പോൾ അങ്ങനെ അനുസരിച്ച് പിന്നെയും പുള്ളി എന്തെങ്കിലുമൊക്കെ സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നതിന് ഇനിയും ഒരു സാങ്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. യൂറോപ്പിനെ സമ്മർദ്ദത്തിലാക്കി അവരും സാങ്ഷൻ ഒരു പക്ഷെങ്കിൽ ചെറിയ തോതിലെങ്കിലും ഒരു സാങ്ഷൻ വരുത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ആ ഒരു ഭീതി നിൽക്കുന്നുകൊണ്ടാണ് FIS ഷോർട്ടിൽ നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അതിനൊരു ക്ലാരിറ്റി വരും. അപ്പം നമുക്കറിയാൻ പറ്റും എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നത്. എന്തായാലും വളരെ കോഷ്യസായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ നാളെ എന്താ സംഭവിക്കുന്നുള്ളത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇന്നലത്തെ എവിടെയാണ് മാർക്കറ്റ് അവസാനിച്ച് അവിടെ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഞാനൊന്നും പറയാനില്ല. വല്ലതും പറയാനുണ്ട്? ഞാൻ എന്താ പറയേണ്ടത്? നിങ്ങളോട് പറ, നിങ്ങൾ തന്നെ പറയും. ഞാൻ എന്താ പറയേണ്ടത്? ഒന്നും പറയാനില്ല. എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എല്ലാം ഇവിടെ തന്നെ ഇന്നലെ നിൽക്കുന്ന അതേ സിനാരിയിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ചുമ്മാ വെറുതെ വലിച്ചു വാരി വളവള സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നിങ്ങൾ വളരെ സംയമനത്തോടെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് അത്രമാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി വളരെ വീക്ക്നെസ്സാണ്, വളരെ വീക്കാണ്. ബാങ്ക് നിഫ്റ്റി എങ്ങോട്ടും പോകുന്നില്ല. കാരണം നോക്കി ഇത്രയൊക്കെ സംഭവിച്ചിട്ട് മാർക്കറ്റ് അവിടെ കടന്ന് തന്നെ ആടിക്കളിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിക്ക് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ആരോ എന്തോ കാര്യമായിട്ട് പുള്ളിക്കിട്ട് ചെയ്തെന്ന് തോന്നുന്നു ബാങ്ക് നിഫ്റ്റിക്ക്. വളരെ വളരെ നിരാശയും ഒരു ചത്ത അവസ്ഥയിലാണ്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, എന്തോ അസ്കിതം സംഭവിച്ചു പുള്ളിക്ക്. അപ്പം ഇനി എന്താണ് ഇവൻ്റെ കണ്ടകശനി മാറുന്നത് നമുക്കറിയത്തില്ല. അപ്പോൾ അത് ഈ കണ്ടകശനി മാറിയാൽ വല്ല ശേഷക്രിയകൾ വല്ലതും ചെയ്യേണ്ടി വരുമായിരിക്കും, അറിയത്തില്ല എന്തോ ആണ്. അപ്പം അതിൻ്റെ ഗതി അങ്ങനെ നിൽക്കുന്നത്. നമുക്ക് മിഡ് ക്യാപ്പ് നോക്കാം. മിഡ് ക്യാപ്പും ഈ പറഞ്ഞ പോലെ തന്നെ ഈ നിഫ്റ്റിയുടെ അതേ രീതിയിൽ തന്നെയാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ എണ്ണം താഴോട്ട് ഇങ്ങ് പോകുന്നത് നമ്മുടെ കറക്റ്റ് സപ്പോർട്ട് വന്ന് എടുത്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങൾ എന്ത് സംഭവിക്കും? താഴെ വരുവാണെന്നുണ്ടെങ്കിൽ 500-600 റേഞ്ചിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് വാങ്ങിക്കാനുള്ള അവസരം കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഒരു കൈ നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ, വേറെ കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.